ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ പവർ സപ്ലൈയുടെ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് പവർ സപ്ലൈയുടെ ഇനിഷ്യൽ പാർട്ടിലാണ്. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് എ സി വോൾട്ടേജ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 230 വോൾട്ടേജ് എ സിയെ നമുക്ക് ആവശ്യമുള്ള ഡി സി വാല്യൂവിലേക്ക്, അതായത് നമുക്ക് വേണ്ടത് 5 വോൾട്ട് ഡി സിയോ അല്ലെങ്കിൽ 10 വോൾട്ട് ഡി സിയോ അല്ലെങ്കിൽ 20 വോൾട്ട് ഡി സിയോ ആണെങ്കിൽ 230 വോൾട്ട് എ സിയെ ആ 10 വോൾട്ട് എ സിയിലേക്കോ അല്ലെങ്കിൽ 20 വോൾട്ട് എ സിയിലേക്കോ അല്ലെങ്കിൽ 5 വോൾട്ട് എ സിയിലേക്കോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ എ സി വോൾട്ടേജ്. നമുക്ക് വേണ്ട ഡി സി വാല്യൂ ചിലപ്പോൾ 5, 10 അല്ലെങ്കിൽ 20 ഒക്കെ ആയിരിക്കും. അവൈലബിൾ ആയിട്ടുള്ള എ സി എന്ന് പറഞ്ഞാൽ 230 വോൾട്ട് എ സി ആണ്. ആ 230 വോൾട്ട് എ സിയെ 10 വോൾട്ട് എ സിയിലേക്കോ അല്ലെങ്കിൽ 20 വോൾട്ട് എ സിയിലേക്കോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന എ സി ആണ്. എ സിയുടെ വേവ് ഫോം ആണ് വരച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നതും എ സി ആണ്, എ സി വോൾട്ടേജ് ആണ്, സ്റ്റെപ്പ് ഡൗൺ ചെയ്ത എ സി വോൾട്ടേജ്. അതായത് ഇൻപുട്ടിൽ കൊടുത്തത് 230 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് 10 അല്ലെങ്കിൽ 20 വോൾട്ടോ എ സി ആയിരിക്കും. അപ്പോൾ അതിന്റെ ഷേപ്പിലൊന്നും യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മാത്രം കുറയും. അതായത് 230നെ 10 അല്ലെങ്കിൽ 20 വോൾട്ട് എ സി ആക്കി മാറ്റും. ഇനി അടുത്ത രണ്ടാമത്തെ ബ്ലോക്ക് റെക്ടിഫയർ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടിയിരിക്കുന്നത് എ സി വോൾട്ടേജ് ആണ്. നമുക്ക് ആവശ്യമുള്ള ഡി സി വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ സി വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന എ സി നമ്മൾ കൊടുക്കുന്നത് റെക്ടിഫയറിലേക്കാണ്. അതാണ് രണ്ടാമത്തെ ബ്ലോക്ക്. റെക്ടിഫയറിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലൂടെ ഉപയോഗിക്കുന്ന ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അതെന്താണെന്ന് നമ്മൾ പിന്നെ പഠിക്കും. ഈ ഫുൾ വേവ് റെക്ടിഫയർ അതിന് ഇൻപുട്ടിൽ കൊടുക്കുന്ന എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ബ്ലോക്കിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൺവേർട്സ് എ സി സിഗ്നൽ ഇൻടു ഡി സി സിഗ്നൽ. നമ്മൾ കൊടുക്കുന്ന എ സി സിഗ്നലിനെ ട്രാൻസ്ഫോമറിൽ നിന്ന് കിട്ടുന്ന സ്റ്റെപ്പ് ഡൗൺ ചെയ്ത എ സി സിഗ്നലിനെ ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആര്? ഈ റെക്ടിഫയർ. ഇവിടെ യൂസ് ചെയ്യുന്ന റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ദിസ് റെക്ടിഫയർ കൺവേർട്സ് എ സി സിഗ്നൽ ഇൻടു ഡി സി സിഗ്നൽ. നമുക്ക് വേണ്ടത് ഡി സി സിഗ്നലിനാണ്. പവർ സപ്ലൈയുടെ യൂസ് തന്നെ ഡി സി ആക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ പവർ സപ്ലൈക്കകത്ത് ആക്ച്വലി എ സി ടു ഡി സി കൺവേർഷൻ പെർഫോം ചെയ്യുന്നത് റെക്ടിഫയർ ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഫുൾ വേവ് റെക്ടിഫയർ ആണ്. ഈ ഫുൾ വേവ് റെക്ടിഫയർ ആണ് എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ ആണ് എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമുക്ക് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ വന്ന വേവ് ഫോം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അതിന്റെ ഇൻപുട്ടിൽ കൊടുത്തത് എ സി വേവ് ഫോം ആണ്, ഔട്ട്പുട്ടിൽ കിട്ടിയത് ഡി സി വേവ് ഫോം ആണ്. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എ സി വോൾട്ടേജിനെ ഡി സി ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ്. അപ്പോൾ റെക്ടിഫയറിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ടു ഡി സി കൺവേർഷൻ ആണ്. ഓക്കെ, അപ്പോൾ റെക്ടിഫയർ എ സി ഡി സി ആക്കുന്നു. ഇനി നമുക്ക് ആ വേവ് ഫോം ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻപുട്ടിൽ കൊടുത്തത് എ സി വേവ് ഫോം ആണ്. ആ എ സി വേവ് ഫോമിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ റെക്ടിഫയർ ഈ എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഡി സിയുടെ വേവ് ഫോം ഒന്ന് ശ്രദ്ധിക്കുക. ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണി ഡയറക്ഷണൽ ആണ്, ബൈ ഡയറക്ഷണൽ അല്ല. ഓക്കെ,
ഡി സിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് എന്നാണ്. ഓക്കെ, എ സി എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, ഡി സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഡി സി വേവ് ഫോംസ് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് യൂണി ഡയറക്ഷനിലാണ്. അതിന് ഒരൊറ്റ ഡയറക്ഷനേ ഉള്ളൂ. അതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും രണ്ടും കൂടി ഇല്ല, ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, ഒരു ഹാഫ് സൈക്കിളേ ഉള്ളൂ, ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സൂചിപ്പിക്കുന്നത് അത് യൂണി ഡയറക്ഷനിലാണെന്നാണ്. ഓക്കെ, അതിന് ഒരു ഡയറക്ഷനേ ഉള്ളൂ. ഓക്കെ, ഒരു ഡയറക്ഷനേ ഉള്ളൂ. പോസിറ്റീവ് എ സി വേവ് ഫോമിന് പോസിറ്റീവ് ഹാഫും ഉണ്ട്, നെഗറ്റീവ് ഹാഫും ഉണ്ട്. പക്ഷെ ഡി സിക്ക് ഇവിടെ ഒരു ഹാഫ് ഇതിനകത്ത് ഉള്ളൂ, കാരണം അത് യൂണി ഡയറക്ഷനാണ്, ബൈ ഡയറക്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടിയത് ഡി സി വേവ് ഫോം ആണ്. ഡി സി വേവ് ഫോം ആണ്. ആ ഡി സി വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണി ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ അതിന് ഒരു ഹാഫ് സൈക്കിളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റെക്ടിഫയർ ചെയ്തത് എ സി വേവ് ഫോമിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടിയത് ഡി സി ആണെങ്കിലും അതിനകത്ത് കുറച്ച് എ സി കാണും. ഓക്കെ, നമുക്ക് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടിയത് ഡി സി വേവ് ഫോം ആണ്. പക്ഷെ ഡി സി വേവ് ഫോം റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടിയെങ്കിലും അത് പ്യുവർ ഡി സി അല്ല, അതിനകത്ത് കുറച്ച് എ സി കാണും. ആ എ സി കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പിൾസ്. റിപ്പിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെക്ടിഫയർ നമ്മൾ കൊടുത്ത എ സി വേവ് ഫോമിനെ ഡി സി ആക്കി മാറ്റി. പക്ഷെ ആ ഡി സിക്കകത്തും കുറച്ച് എ സി കമ്പോണന്റ് കാണും, കുറച്ച് എ സി വേവ് ഫോം കാണും. അതിനെ വിളിക്കുന്ന പേരാണ് റിപ്പിൾസ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് പ്യുവർ ഡി സി ആണ്. പക്ഷെ ഇവിടെ കിട്ടിയ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടിയ ഡി സിക്കകത്ത് കുറച്ച് എ സിയും കൂടെ ഉണ്ട്, കുറച്ച് എ സിയും കൂടെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ആ മിക്സ് ആയിട്ടുള്ള ആ എ സിയെ റിമൂവ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞിട്ട് പ്യുവർ ഡി സി വേണം. ഓക്കെ, നമുക്ക് പ്യുവർ ഡി സി കിട്ടാൻ വേണ്ടി എന്തോ ചെയ്യും? ഇപ്പോൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടിയ എ സി കലർന്ന ഡി സിയെ ഒരു ഫിൽട്ടറിലേക്ക് കൊടുക്കും. ഫിൽട്ടറിലേക്ക് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് പ്യുവർ ഡി സി അല്ല, കിട്ടുന്ന ഡി സിക്കകത്ത് കുറച്ച് എ സിയും കൂടെ കലർന്നിരിക്കും. ആ എ സി കമ്പോണന്റിനെ വിളിക്കുന്ന പേര് റിപ്പിൾസ് എന്നാണ്. അപ്പോൾ റിപ്പിൾസും കൂടെ മിക്സ് ചെയ്ത് വന്ന ഡി സി ആണ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. നമുക്ക് വേണ്ടത് പ്യുവർ ഡി സി ആണ്. പ്യുവർ ഡി സി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ എ സി കമ്പോണന്റിനെ റിമൂവ് ചെയ്യണം, ഫിൽട്ടർ ചെയ്യണം, നീക്കം ചെയ്യണം. ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് ഫിൽട്ടർ ആണ്. ഫിൽട്ടർ റിമൂവ്സ് ദിസ് എ സി കമ്പോണന്റ് ഫ്രം ഡി സി. അപ്പോൾ ഫിൽട്ടർ ആണ് യഥാർത്ഥത്തിൽ ഈ ഡി സി കമ്പോണന്റിൽ നിന്ന് എ സി കമ്പോണന്റ് നീക്കം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടിയ ഡി സി വേവ് ഫോമിന്റെ കൂടെ കുറച്ച് എ സി കമ്പോണന്റൂടെ കാണും. അത് യഥാർത്ഥത്തിൽ വരാൻ പാടില്ലാത്തതാണ്. ആ എ സി കമ്പോണന്റിനെ വിളിക്കുന്ന പേര് റിപ്പിൾസ് എന്നാണ്. ആ റിപ്പിൾസിനെ നീക്കം ചെയ്തേ പറ്റൂ. ആ റിപ്പിൾസിനെ റിമൂവ് ചെയ്യുന്നത് ഫിൽട്ടർ ആണ്. ഓക്കെ, ദ ഫംഗ്ഷൻ ഓഫ് ദ ഫിൽട്ടർ സർക്യൂട്ട് ഇൻ എ പവർ സപ്ലൈ യൂണിറ്റ് ഈസ് ടു റിമൂവ് എ സി കമ്പോണന്റ്സ് ഓർ റിപ്പിൾസ്. ഈ ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി കമ്പോണന്റിനെ ഡി സിക്കകത്ത് മിക്സ് ചെയ്ത് വന്ന എ സി കമ്പോണന്റിനെ അല്ലെങ്കിൽ റിപ്പിൾസിനെ നീക്കം ചെയ്യുക എന്നാണ്. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് ദിസ് ഫിൽട്ടർ ഈസ് ടു റിമൂവ് എ സി കമ്പോണന്റ്സ് ഓർ റിപ്പിൾസ്. അപ്പോൾ ആ ഡി സി കമ്പോണന്റുമായിട്ട് മിക്സ് ചെയ്ത് വന്ന ആ എ സി കമ്പോണന്റ്സിനെ അല്ലെങ്കിൽ റിപ്പിൾസിനെ നീക്കം ചെയ്യണം. അതാണ് ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ ഓഫ് ദ ഫിൽട്ടർ ഈസ് ടു റിമൂവ് എ സി കമ്പോണന്റ് ഫ്രം ഡി സി. ഡി സിയിൽ നിന്ന് എ സി കമ്പോണന്റിനെ അഥവാ റിപ്പിൾസിനെ നീക്കം ചെയ്യണം. അതാണ് ഈ ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഈ ഫിൽട്ടറായിട്ട് യൂസ് ചെയ്യുന്നത് കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെയാണ്. ഓക്കെ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും ഇൻഡക്ടേഴ്സും ഒക്കെയാണ് ഈ ഫിൽട്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഫിൽട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും അതേപോലെ ഇൻഡക്ടേഴ്സും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കപ്പാസിറ്റേഴ്സ് ഓർ ഇൻഡക്ടേഴ്സ്
ഇൻഡക്ടേഴ്സ് are usually employed for filtering. ഫിൽറ്ററിങ്ങിന് വേണ്ടി സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സും ഇൻഡക്ടേഴ്സും ആണ്. ഇത് എഴുതിയേക്കുന്നത് ഇൻഡക്ടേഴ്സ് എന്നാണ്. ഞാൻ ആദ്യം അവിടെ ബൈ മിസ്റ്റേക്ക് മൂലം ഫിൽറ്റേഴ്സ് എന്നാണ് എഴുതിയത്. അപ്പോൾ കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡക്ടേഴ്സ് ആണ് ഈ ഫിൽറ്ററിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡി സി കമ്പോണന്റുമായിട്ട് മിക്സ് ചെയ്ത് വന്ന എ സി കമ്പോണൻസിനെ അല്ലെങ്കിൽ റിപ്പിൾസിനെ നീക്കം ചെയ്യുക. നമുക്ക് വേണ്ടത് പ്യുവർ ഡി സി ആണ്. ആ പ്യുവർ ഡി സി കിട്ടാൻ വേണ്ടി ഡി സിയുമായിട്ട് മിക്സ് ചെയ്ത് വന്ന എ സി കമ്പോണന്റിനെ എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. അതിനുവേണ്ടിയാണ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫിൽറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡക്ടേഴ്സും കപ്പാസിറ്റേഴ്സും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഫിൽറ്ററിന്റെ ഫംഗ്ഷൻ അതാണ്. ഓക്കെ.